അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 1ാം ഭാഗത്തിലെ 11ാമത്തെ പാഠം തഫ്ഖീമു റാ 2 റാഇനെ തഫ്ഖീം ചെയ്യുന്ന രൂപങ്ങളിൽ 2ാമത്തെ പാഠം. 2 നിയമങ്ങൾ നമ്മൾ മുമ്പത്തെ പാഠത്തിൽ പഠിച്ചു. ഒന്ന് റാഇന് ഫത്ഹോ ലമ്മോ ആവുക. 2ാമത്തെ നിയമം അവിടെ പറഞ്ഞത് റാ സുക്കൂന് റാഇന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹോ ലമ്മോ ആവുക. അങ്ങനെ 2 നിയമങ്ങളാണ് അവിടെ പറഞ്ഞത്. വളരെ സിമ്പിളാണ് ആ വിഷയങ്ങളൊക്കെ. ഇനി നമ്മൾ 5 നിയമം ഉണ്ടല്ലോ മൊത്തം തഫ്ഖീമിന്, അതിൻ്റെ ബാക്കിയുള്ള നിയമങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അതിന് മുമ്പ് കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓതിയതിന് ശേഷം നമുക്ക് പാഠം വായിക്കാം. ഇവിടെ ഖാല റബ്ബിർജിഉ ഇവിടെ കണ്ടല്ലോ, റബ്ബിർ ഈ സുക്കൂനുള്ള റാഇനെ തഫ്ഖീം ചെയ്താണ് ഓതേണ്ടത്. അതെന്താ കാരണം എന്നല്ല നമ്മൾ പറയും. അടുത്ത് അമിർ താബു റാഇന് എന്ത് ചെയ്യണം? തഫ്ഖീം ചെയ്യാം. അമീർ എന്ന് പറയരുത്, റാഇനെ തഫ്ഖീം ചെയ്തിട്ട് അമീർ താബു എന്ന് പറയണം. അടുത്തത് അല്ലദി ഇർതല എന്നുള്ളതാണ്. അല്ലദി റാഇന് എന്ത് ചെയ്യണം? തഫ്ഖീം ചെയ്യണം. തർക്കീക്കല്ല, അല്ലദി ഇർതല എന്നല്ല പറയേണ്ടത്, അല്ലദി ഇർതല. വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ചുച്ചരിക്കലാണ് തഫ്ഖീം എന്ന് പറയാമെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ രൂപത്തിലാണ് അവിടെ ഓതേണ്ടത്. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അടുത്ത ഒരു ഉദാഹരണം കൂടെ, ഇർജിഇ അവിടെ റാഇനെ തഫ്ഖീം ഇരുന്ന് പറയരുത്, ഇർജിഇ റാഇനെ തഫ്ഖീം ചെയ്തിട്ട് തന്നെ ഓതണം. ഇനി എന്താ അവിടെയുള്ള കാരണങ്ങൾ? മുകളിൽ കൊടുത്ത ആയത്തുകളിലെ റബ്ബിർജിഉ, അമിർ താബു, അല്ലദി ഇർതല ഇതൊക്കെ അവിടെ അടിവരട്ട വാക്യങ്ങളാണ്. എന്നീ കലിമത്തുകളിൽ റാഇന് മുമ്പുള്ള കസ്ർ മുൻഫസിലും ഇർജിഇ എന്നതിലെ റാഇന് മുമ്പുള്ള കസ്ർ ആരിളും ആകുന്നു. അതായത് അത് നമുക്ക് മുൻഫസിലായ കസ്ർ പറയാം. എന്താ ഇപ്പോൾ ഈ മുൻഫസിലായ കസ്ർ? ഇവിടെ നോക്കി അത് മനസ്സിലാവും. ഇവിടെ റബ്ബി എന്നുള്ള നമ്മൾ മദ് മുത്തസിലി മദ് മുൻഫസിലി എന്ന് പറഞ്ഞ് 4ാം ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ചു പോകുന്നുണ്ടല്ലോ. ഇവിടെ 5ാം ക്ലാസ്സിൽ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് അതിനെക്കുറിച്ച്. മദ് മുൻഫസിലി പറഞ്ഞാൽ മദ്ദക്ഷരം ഒരു കലിമത്തിലും അടുത്ത കലിമത്തിൻ്റെ തുടക്കത്തിലായിട്ട് ഹംസയും വരിക എന്നുള്ളതാണ്. മദ്ദക്ഷരം ഒരു പദത്തിൽ അടുത്ത കലിമത്തിൻ്റെ ആദ്യക്ഷരമായിട്ട് ഹംസ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതേ തന്നെ സംഭവിക്കണം. മുൻഫസിൽ പറഞ്ഞാൽ ഇവിടെ കെസർ നോക്കുകയാണെങ്കിൽ കെസർ ഒരു കലിമത്തിൽ, അതിന് ശേഷമുള്ള മറ്റൊരു കലിമത്തിലാണ് റാ സുക്കൂനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് റാ സുക്കൂന് റാഇനുള്ള മുമ്പുള്ള കെസർ മുൻഫസിലായിട്ട് വന്നു. കണ്ടാ, അടുത്ത അതിൻ്റെ തൊട്ടുള്ള പദത്തിലായിട്ടാണ് അവിടെ കെസർ വന്നത്, ഒരേ പദത്തിലല്ല വന്നത്. അതാണ് അവിടെ വിഷയം. റബ്ബിർജിഉ റാ സുക്കൂന് റാഇന് മുമ്പ് കെസർ മുൻഫസിലായിട്ട് വന്നു. ഇനി അമിർതാബു എന്നുള്ളത് നോക്ക്, എന്നുള്ളൊരു വാക്കാണ്, ഇർതാബു എന്നുള്ളത് വേറൊരു വാക്കാണ്. അപ്പം ആ കെസറ് റാ സുക്കൂനായിട്ട് വന്നു, റാഇന് മുമ്പുള്ള കെസറ് മുൻഫസിലായിട്ട് വന്നു, മറ്റൊരു പദത്തിലായിട്ടാണ് അവിടെ വന്നത്. അടുത്ത് അല്ലദി ഇർതല അവിടെ നോക്കിയും അല്ലദി എന്നുള്ളതിലാണ് കെസറുള്ളത്. ഇർതല എന്നുള്ളതിൽ റാ സുക്കൂനായിട്ട് വന്നു. അപ്പോൾ റാ സുക്കൂൻ ഒരു പദത്തിലും കെസർ റാഇന് മുമ്പുള്ള കെസർ മറ്റൊരു പദത്തിലും, അതാണ് മുൻഫസിലായിട്ട് വരിക എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റബ്ബിർജിഉ അവിടെയൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാകും. കെസർ ഒരു കലിമത്തിലും റാ സുക്കൂനുള്ള റാ മറ്റൊരു കലിമത്തിലും വരിക. അപ്പോഴാണ് ഈ മുൻഫസിലാവുക എന്ന് പറയുക. 2 വേർതിരിഞ്ഞുകൊണ്ട് 2 പദത്തിലായിട്ട് വരിക. അതാണ് മുൻഫസിലായ കെസറായിട്ട് വരിക എന്ന് പറഞ്ഞാൽ. അപ്പോൾ റാ സുക്കൂന് റാഇന് മുമ്പ് കെസർ എങ്ങനെ വരിക? മുൻഫസിലായിട്ട് വരിക. ഇനി അതേ നിയമത്തിൽ തന്നെ വേറെ ഒന്നാണ്, ഇർജിഇ എന്നതിലെ റാഇന് മുമ്പുള്ള കെസർ ആരിളും ആകുന്നു. അതായത് ഇർജിഇ എന്ന് നമ്മൾ ഓതുന്ന സമയത്ത് അതായത് നമുക്ക് സൂറത്തുൽ ഫജ്റിൽ കാണാം, ഇർജിഇ ഇലാ റബ്ബിക്ക് റാദിയത്തൻ മർളിയ. ഇവിടെ ഇപ്പോൾ നമ്മൾ അലിഫ് കാണുന്നില്ലല്ലോ, കെസറുള്ള അലിഫിനെ അവിടെ ഹംസയെ അവിടെ കാണില്ല, കെസറുള്ള അലിഫിനെ അവിടെ നമ്മൾ കാണുന്നില്ല. അതിൻ്റെ പേര് വസ്ലിൻ്റെ അലിഫ് എന്നാണ്. അത് കൂട്ടിച്ചരിക്കുമ്പോൾ ഉണ്ടാവില്ല. അത് അവിടെ നിന്ന് ഓതുകയാണെങ്കിൽ എന്തുണ്ടാവും? തുടക്കത്തിലാണെങ്കിൽ ഉണ്ടാകും, കൂട്ടി ഓതുന്ന സമയത്ത് ആലിഫ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ കൂട്ടി ഓതുക നമ്മൾ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന തുർജിഇ മുത്മഇന്ന തുർജിഇ എന്ന് പറഞ്ഞാൽ ഓതി പോവുക. നേരെ മറിച്ച് ഇവിടെ നമ്മൾ നിർത്തി, മുത്മഇന്ന അവിടെ നിർത്തി. ഇനി നമ്മൾ ഇവിടെ എടുത്തോതുമ്പോൾ ഇർജിഇ എന്ന് പറഞ്ഞിട്ടാണ് ഓതുക. അതിൻ്റെ വസലിൻ്റെ അലിഫ് എന്നാണ് പറയുക. അത് നെഹ്വ് നമ്മൾ നിയമങ്ങൾ അറബി പദങ്ങളുടെ നിയമങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സമയത്താണ് പറയുക. ആ വസലിൻ്റെ അലിഫ് അവിടെ വന്നു, അതിനെന്തൊക്കെയുണ്ട് കെസർ വന്നു എന്നൊക്കെ അവിടെ പറയും. അപ്പോൾ അത് വലിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ചിലപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഇർജിഇ ഇവിടെ ഓതുമ്പോൾ ഇർജിഇ എന്നല്ല ഓതേണ്ടത്, പിന്നെ കെസർ കൊടുക്കണം. അവിടെ ഏത് കെസർ? അലിഫിന് കെസർ കൊടുത്തുകൊണ്ട് ഓതണം. ആ അലിഫിന് കെസർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ
ഇതിൻ്റെ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹോ ലൊമ്മാണെങ്കിൽ ലൊമ്പ് കൊടുക്കണം, അപ്പോൾ ഊന്ന് കൊടുക്കണം. ഇവിടെ കെസിറാണെങ്കിൽ എന്ത് കൊടുക്കണം, അല്ല ഫത്തഹോ കെസിറോ ആണെങ്കിൽ പിന്നെ എന്ത് കൊടുക്കണം, ഈന്ന് കൊടുക്കണം. ലൊമ്മാണെങ്കിൽ ഊന്ന് കൊടുക്കണം എന്നാണ്. ഇവിടെ ഉള്ള അയിന് അവസാനത്തിന് മുമ്പുള്ള അക്ഷരമാകുന്ന അയിനിന് അവിടെ അറക്കത്ത് കെസിറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, വസിലിൻ്റെ അലിഫിന് കെസിർ കൊടുക്കണം. അവിടെ ലൊമ്മാണ് വന്നതെങ്കിൽ ആ വസിലിൻ്റെ അലിഫിന് എന്ത് കൊടുക്കും, ലൊമ്പ് കൊടുക്കണം. അപ്പോൾ ഇവിടെ കെസിറായതുകൊണ്ട് നമ്മൾ ഇർജി ഇർ അടാ അവിടെ പിന്നെ അവിടെ ആ കെസിർ അത് മുംഫസ് ആരിതായിട്ട് വരികയാണ്, പുതിയതായിട്ട് വരികയാണ്. അവിടെ നമ്മൾ കൂട്ടി ഓതുന്ന സമയത്താണെങ്കിൽ ആ കെസിർ അവിടെ വരില്ല, ആ വസിലിൻ്റെ അലിഫ് അവിടെ ഉണ്ടാവില്ല, ആ കെസിറോട് കൂടെയുള്ള അലിഫ് അവിടെ വരില്ല. നേരെ മറിച്ച് നമ്മളവിടെ നിർത്തി ഓതുമ്പോൾ തുടക്കത്തിൽ ഓതുന്ന സമയത്താണ് എന്ത് ചെയ്യുക, അവിടെ ആ അലിഫ് വരിക. അതാണ് പറഞ്ഞത് ആരിലായ കെസിർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇർജി അവിടെ എന്ത് ചെയ്യുകയാണ്, ആ അലിഫും ആ കെസറും പുതുതായിട്ട് വരികയാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് പറഞ്ഞത്, പിന്നെ കെസർ ആരിലായിട്ട് വരിക, പുതിയതായിട്ട് വരിക എന്ന് പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി സാക്കിനായ റായിന് മുമ്പ് ആരിലോ മുംഫസിലോ ആയ കെസർ വന്നാൽ ആ റായിനെ തഫ്ഖീം ചെയ്യണം. റായിന് മുമ്പ് ആരിലോ മുംഫസിലായിട്ട് കെസർ വന്നാൽ റായിനെന്ത് ചെയ്തോളണം, റായിനെന്ത് ചെയ്തോളണം, തഫ്ഖീം ചെയ്തോളണം. അതാണ് ഇപ്പോൾ ഒരു നിയമം. മൂന്നാമത്തെ നിയമമാണ് ഇപ്പോൾ പറഞ്ഞത്. സാക്കിനായ റായിന് മുമ്പ് ആരിലോ മുംഫസിലായിട്ട് കെസർ വരിക. അത് രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ കാണിച്ചല്ലോ. ഇർജിയ എന്നുള്ളത് ആരിലായിട്ട് വന്നതാണ്, റബ്ബിർജിഉ എന്നുള്ളത് റബ്ബിർജിഉ എന്നുള്ളതും അതുപോലെ തന്നെ അമിർതാബു അല്ലദി ഇർതല അവിടെയൊക്കെ എങ്ങനെ വന്നത്, കെസറ് മുംഫസിലായിട്ടാണ് അവിടെ വന്നത്. രണ്ട് കലിമത്തിലായിട്ടാണ്. സുക്കൂനുള്ള റാ ഒരു കലിമത്തിലും അതുപോലെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള പിന്നെ കെസറ് മറ്റൊരു കലിമത്തിലായിട്ടാണ് വന്നത്. ചുരുക്കി പറഞ്ഞാൽ മൂന്നാമത്തെ നിയമം സാക്കിനായ റായിന് മുമ്പ് ആരിലോ മുംഫസിലോ ആയ കെസറ് വന്നാൽ ആ റായിനെ തഫ്ഖീം ചെയ്യണം. ഇനി അടുത്തത്, ഇനി ഇവിടെ കുറേ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ കാരണങ്ങൾ താഴത്ത് പറയും. ഫീ ഖിർത്താസ്, ഫീ ഖിർത്താസിൻ, ഖിർത്താസിൻ കിരിന്നല്ല പറയണ്ടേ, ഖിർ തഫ്ഖീമായിട്ട് തന്നെ ഓതണം. അതുപോലെ തന്നെ വ ഇർസാദൻ, വ ഇർസാദൻ അവിടെ ഒരു നിയമമുണ്ട്. അതുപോലെ തന്നെ ഫിർഖത്തിൻ, ഫിർഖത്തിൻ ആ റായിനെ തഫ്ഖീം ചെയ്തിട്ട് ഓതണം. ലബിൽ മിർസാദ്, മിർസാദ് എന്താണ് ഇപ്പോൾ അവിടെയൊക്കെയുള്ള നിയമം നോക്കാം നമുക്ക്. സുക്കൂനുള്ള റായിന് മുമ്പ് കെസിറാവുകയും ശേഷമുള്ളത് ഇസ്തിഅലാഇൻ്റെ അക്ഷരമാവുകയും ചെയ്ത 4 കലിമത്തുകളിൽ മുകളിൽ കൊടുത്ത ആയത്തുകളിൽ കാണാം. ഇവിടെയും റായിനെ തഫ്ഖീം ചെയ്താണ് പാരായണം ചെയ്യേണ്ടത്. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ഓർമ്മ ഉണ്ടാകണം. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, ഖുസ്സലഖത്തിൻ ഖിൽ എന്ന് പറയുന്ന ആ 7 അക്ഷരങ്ങളാണ്. ആ ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സുക്കൂനുള്ള റായിന് മുമ്പ് കെസിറാവുകയും നോക്കി, ഫീ ഖിർത്താസിൻ, ഖിർത്താസിൻ റാ സുക്കൂനാണ്, റായിന് മുമ്പുള്ളതിന് കെസിറാണ്. അടുത്ത ലബിൽ വ ഇർസാദ് എന്നുള്ളത് നോക്കി, റാ സുക്കൂനാണ്, അതിന് മുമ്പുള്ളതിന് കെസിറാണ്. അടുത്ത ഫിർഖത്തിൻ എന്നുള്ളത് റാ സുക്കൂനാണ്, റായിന് മുമ്പുള്ള ഫാഇന് കെസിറാണ്. അടുത്ത ലബിൽ മിർസാദ് അവിടെ റായിന് സുക്കൂനാണ്, റായിന് മുമ്പുള്ള മീമിന് കെസിറാണ്. അപ്പോൾ സുക്കൂനുള്ള റായിന് മുമ്പ് കെസിറാവുകയും, അപ്പോൾ ഇവിടെയൊക്കെ കെസിറായിട്ട് കണ്ടല്ലോ. ശേഷമുള്ളത് ഇസ്തിഅലാഇൻ്റെ അക്ഷരമാവുകയും ചെയ്യുക. ശേഷമുള്ള ഇസ്തിഅലാഇൻ്റെ അക്ഷരമല്ലേ നോക്കുകയാണെങ്കിൽ ഓരോ ഉദാഹരണത്തിലും ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ ഖുസ്സലഖത്തിൻ ഖിൽ, ഖുസ്സലഖത്തിൻ ഖിൽ എന്ന് പറയുന്ന ആ 7 അക്ഷരങ്ങളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതെന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും മറക്കരുത്. ഇസ്തിഅലാഇൻ്റെ അക്ഷരം ഖാ, സ്വാദ്, ലോദ്, ഖൈന്, ത്വാ, ഖാഫ്, ലോ ഈ അക്ഷരങ്ങളാണ്. അപ്പോൾ ഇവിടെ വന്നേതാ, റാ സുക്കൂനാണ്, റായിൻ്റെ മുമ്പുള്ള കെസറാണ്. ഇനി ശേഷം ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണോ വന്നത്, ത്വാ ആണ് വന്നത്, ത്വാ ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. അപ്പോൾ ആ റായിനെ നമ്മൾ തഫ്ഖീം ചെയ്യണം. ഇനി ഇർസാദ് എന്നുള്ളത് നോക്കിയാൽ റാ സുക്കൂന്, റായിൻ്റെ മുമ്പുള്ള കെസർ, ശേഷം ഏത് വന്നു, ഇസ്തിഅലാഇൻ്റെ അക്ഷരമാകുന്ന സ്വാദ് വന്നു. അടുത്ത ഫിർഖത്തിൻ എന്നാണ്, റാ സുക്കൂനാണ്, റായിന് മുമ്പുള്ളത് കെസറാണ്. ആ റായിന് ശേഷം ഖാഫ് വന്നു. ഖാഫ് എന്തിൻ്റെ അക്ഷര, ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. ഖുസ്സലഖത്തിൻ ഖിൽ, ഖാഫ് അതെന്തിൻ്റെ അക്ഷരമാണ്, ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. അതുപോലെ തന്നെ ലബിൽ മിർസാദ് എന്നുള്ളത് മിർ റാ സുക്കൂനാണ്, റായിൻ്റെ മുമ്പുള്ള അക്ഷരം മീം, അതിന് കെസറാണ് വന്നത്. പക്ഷേ ശേഷമുള്ള അക്ഷരം ഏതായിട്ട് വന്നു, സ്വാദായിട്ട് വന്നു. സ്വാദ് ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. ചുരുക്കി പറഞ്ഞ നാലാമത്തെ നിയമം സുക്കൂനുള്ള റായിന് മുമ്പ് കെസറാവുകയും ശേഷമുള്ളത് ഇസ്തിഅലാഇൻ്റെ അക്ഷരമാവുകയും ചെയ്താൽ എന്ത് ചെയ്യണം, റായിനെ തഫ്ഖീം ചെയ്യണം. അപ്പം നാലാമത്തെ നിയമമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. സുക്കൂനുള്ള റായിന് മുമ്പ് കെസറാവുകയും അതിന് ശേഷമുള്ളത് ഏതിന്, റായിന് ശേഷമുള്ളതിന് പിന്നെ റായിന് ശേഷമുള്ളത് ഇസ്തിഅലാഇൻ്റെ അക്ഷരമാവുകയും ചെയ്യുക. അതാണ് ഇപ്പോൾ നാലാമത്തെ നിയമം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 5ാമത്തെ നിയമമാണ് പറയാനുള്ളത്.
ഇവിടെ കുറേ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാൻ നമുക്ക്. ഒന്നാമത്തെ ഉദാഹരണം ഇവിടെ മാറ്റി കൊടുത്താണ്. ഫീ ലൈലത്തിൽ ഖദർ, അതുപോലെ തന്നെ മത്ലഇൽ ഫജ്ർ, അതുപോലെ ഷക്കൂർ, അൽ ഗഫാർ, ഖുസ്ർ, അൽ ഉസ്ർ. ഇവിടൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റാഇനെ തഫ്ഖീം ചെയ്തിട്ട് ഓതാണ്. ഫീ ലൈലത്തിൽ ഖദർ, ഖദറിന്നല്ല പറയാം, ഖദർ അങ്ങനെ തർക്കീക്കാക്കിയിട്ടല്ല പറയാം, നേർപ്പിച്ചല്ല പറയേണ്ടത്, തഫ്ഖീം ആക്കിയിട്ട് തന്നെ പറയണം. ഫജ്ർ ആ രൂപത്തിൽ പറയാം, ഫജ്ർ എന്നല്ല പറയേണ്ടത്. അതുപോലെ തന്നെ ഗഫാരി എന്നല്ല പറയേണ്ടത്, ഗഫാർ, ഖുസ്ർ, ഉസ്ർ അങ്ങനെ പറയേണ്ടത്. എന്താ അതിൻ്റെ കാരണം? നമുക്ക് നോക്കാം. മുകളിൽ കൊടുത്ത ആയത്തുകളിൽ അടിവരയിട്ട കലിമത്തുകൾ നോക്കൂ. സുക്കൂനുള്ള റാഇന് മുമ്പുള്ള അക്ഷരം സാക്കിനാവുകയും അതിൻ്റെ മുമ്പുള്ളത് ഫത്ഹോ ലമ്മോ ആവുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വന്നാലും റാഇനെ തഖ്ഫീമായി ഓതണം. എന്താ പറഞ്ഞത്? സുക്കൂനുള്ള റാഇന് മുമ്പുള്ള അക്ഷരം സാക്കിന്. സുക്കൂനുള്ള റാ ഏതാ? ഇവിടെയൊക്കെ വഖഫിൻ്റെ സമയത്താണ് ഇവിടെ എന്ത് വരിക? സുക്കൂന് വരിക. ഓക്കെ, വഖഫിൻ്റെ സമയത്ത് ഫജ്ർ, അപ്പോൾ അവിടെ റാഇന് സുക്കൂന് വന്നു. ആ റാഇന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനല്ലേ? ഒന്നാമത്തെ ഉദാഹരണത്തിൽ ഖദർ എന്നുള്ളിടത്ത് നോക്കി, റാഇന് നമ്മൾ വഖഫിൻ്റെ കാരണത്തിൽ അവിടെ സുക്കൂന് വന്നു, ശേഷം അതിന് മുമ്പുള്ള അക്ഷരമാകുന്ന ദാലിന് സുക്കൂനാണ് അല്ലേ? അങ്ങനെ ഓരോന്നും നോക്കി. ഫജ്ർ റാഇ സുക്കൂൻ ചെയ്ത് നമ്മൾ വഖഫ് ചെയ്യുന്നു, അതിന് മുമ്പുള്ള അക്ഷരത്തിന് ജീമിന് സുക്കൂനാണ്. ഷക്കൂർ അവിടെ എന്താ? റാഇന് വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് വന്നു, ശേഷമുള്ള വാവ് സുക്കൂനാണ്. അങ്ങനെ ആ രണ്ട് കാരണം ഇപ്പം പറഞ്ഞു. സുക്കൂനുള്ള റാഇന് മുമ്പുള്ള അക്ഷരം സാക്കിനാവുകയും എന്നാൽ അതും സുക്കൂനുള്ളാവുക. അപ്പോൾ സുക്കൂന്, റാഇന് മുമ്പുള്ള അക്ഷരത്തിനും സുക്കൂന്. ഇതിനൊക്കെ അങ്ങനെ തന്നെയല്ല വന്നത്. നോക്കിക്കോളി, വഖഫിൻ്റെ കാരണത്താൽ എല്ലാ റാഇനും സുക്കൂന് വരുന്നുണ്ടാകും. അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഇവിടെ ജീമിന് സുക്കൂനാണ്, ഇവിടെ വാവിന് സുക്കൂനാണ്, ഇവിടെ അലിഫിന് സുക്കൂനാണ്, ഇവിടെ ഖുസ്ർ എന്ന് പറയുന്നിടത്ത് സീനിന് സുക്കൂനാണ്, ഉസ്ർ എന്ന് പറയുന്നിടത്തും സീനിന് സുക്കൂന്, ഖദർ എന്ന് പറയുന്നിടത്ത് ദാലിന് സുക്കൂന്. ഓക്കെ, അപ്പോൾ സുക്കൂന് റാഇന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനായിട്ട് വന്നു. എന്നിട്ടോ അങ്ങനെ സാക്കിനാവുകയും അതിന് മുമ്പുള്ളതിന് ഫത്ഹോ ലമ്മാവുക. അപ്പോൾ സുക്കൂനുള്ള റാഇ, അതിന് മുമ്പുള്ളതിനും സുക്കൂന്, അതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹോ ലമ്മാവുക. അപ്പോൾ ഖദർ എന്നുള്ളിടത്ത് നോക്കി, റാഇന് സുക്കൂനാണ്, വഖഫിൻ്റെ നിർത്തുന്ന സമയത്ത് അവിടെ സുക്കൂന് വന്നു, ദാലിന് സുക്കൂനുണ്ട്, അതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹാണ്. ഇവിടെ ഇനി ഫജ്ർ എന്നുള്ളിടത്ത് നോക്കുകയാണെങ്കിൽ റാഇന് സുക്കൂന്, അതിന് മുമ്പുള്ള ജീമിനും സുക്കൂന്, അതിന് മുമ്പുള്ള ഫാഇന് ഫത്ഹ്. ഷക്കൂർ എന്ന് പറയുന്നിടത്ത് റാ സുക്കൂനാണ്, റാഇന് മുമ്പുള്ള വാവും സുക്കൂനാണ്, അതിന് മുമ്പ് കാഫ് എന്തായിട്ട് വന്നു? ലമ്മായിട്ട് വന്നു. ഗഫാർ എന്നുള്ളിടത്ത് റാ സുക്കൂനാണ്, റാഇന് മുമ്പുള്ളതിനും സുക്കൂന്, വഖഫിൻ്റെ കാരണത്താലാണ്, നിർത്തുമ്പോഴാണ് സുക്കൂന് വരിക. അതേപോലെ റാ സുക്കൂന്, റാഇന് മുമ്പുള്ള അലിഫ് സുക്കൂന്, അതിന് മുമ്പ് ഫത്ഹ് വന്നു. അങ്ങനെ ഓരോ ഉദാഹരണങ്ങളും അങ്ങനെ തന്നെ. ചുരുക്കി പറഞ്ഞാൽ റാ സുക്കൂന്, റാഇൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂന്, അതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹോ ലമ്മോ വരിക. വളരെ സിമ്പിളാണ്, വലിയ ഇടങ്ങറൊന്നുമില്ല. ജസ്റ്റ് ഒന്നൊരു ഉദാഹരണം വെച്ച് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം നമ്മൾ ഈ ഖദർ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ റാ സുക്കൂന് നമ്മൾ നിർത്തിയപ്പോൾ ഖദർ എന്നാണ് അവിടെ നിർത്തിയത്, റാഇന് സുക്കൂൻ ചെയ്തു, അതിന് മുമ്പുള്ള ദാലിനും സുക്കൂനാണ് അവിടെ. അതുപോലെ തന്നെ അതിന് മുമ്പുള്ള അക്ഷരത്തിന് അപ്പം എന്ത് വന്നു? ഫത്ഹ് വന്നു. അങ്ങനെ വന്നാൽ റാഇനെ തഫ്ഖീം ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ 5 നിയമങ്ങളും ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത പാഠത്തിൽ ആ 5 നിയമങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട്, ഓരോന്നിട്ടിട്ട് ഉദാഹരണ സഹിതം പറയുന്നുണ്ട്. അവിടെ നിന്ന് അത് കൃത്യമാക്കിയിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. 5ാമത്തെ നിയമം പറഞ്ഞത് റാ സുക്കൂന്, റാഇന് മുമ്പുള്ളതും സുക്കൂന്, അതിൻ്റെ മുമ്പ് ഫത്ഹോ ലമ്മ ആവുക. അങ്ങനെ വന്നാൽ റാഇനെ തഫ്ഖീം ചെയ്യണം. ഇനി ഇൻഷാ അല്ലാഹ് തദ്രീബാത്തിലേക്ക് കടന്നാൽ ഒന്നാമത്തെ നുജീബ് ഉത്തരം എഴുതാനുള്ളത് റാഇനെ തഫ്ഖീം ചെയ്തതിൻ്റെ കാരണം വിശദീകരിക്കുക എന്നാണ്. റാഇനെ തഫ്ഖീം ചെയ്തതിൻ്റെ കാരണം വിശദീകരിക്കുക. അവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ഉദാഹരണത്തിലും എന്തുകൊണ്ടാണ് റാഇനെ തഫ്ഖീമാക്കിയത് എന്നാണ്. ആ 5 നിയമങ്ങൾ പഠിച്ചു വെച്ച് നമുക്ക് വളരെ സിമ്പിളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്, ഇത് സ്വയം ചെയ്യേണ്ട സംഗതിയാണ്. റബ്ബിർജിഊൻ, അവിടെ എന്തായിരിക്കും? റാ സുക്കൂനാണ്, റാഇന് മുമ്പ് എന്ത് വന്നു? കെസ്ർ മുൻഫസിലായി വന്നു. അടാ റാ സുക്കൂന്, റാഇന് മുമ്പുള്ള കെസ്ർ അടുത്ത തൊട്ട അതിന് മുമ്പുള്ളൊരു പദത്തിലാണ് വന്നത്. അപ്പോൾ അവിടെ എന്തായി? റാ സുക്കൂന് കെസ്ർ മുൻഫസിലായിട്ട് വന്നു. അടുത്ത ഫീ ഖിർത്താസ് എന്നുള്ളത് റാ സുക്കൂന്, റാഇന് മുമ്പുള്ളതിന് കെസ്റാവുകയും റാഇന് ശേഷം ഇസ്തിലായിൻ്റെ അക്ഷരം വന്നു. നോക്കണേ, റാ സുക്കൂനാണല്ലോ, റാഇന് മുമ്പുള്ള കാഫിന് കെസ്റാണല്ലോ, ശേഷം ഇസ്തിലായിൻ്റെ അക്ഷരമാകുന്ന ത്വാ വന്നു. അതാണ് അവിടെ എന്താക്കാൻ കാരണം? റാഇനെ തഫ്ഖീം ചെയ്യാൻ കാരണം. ഇനി അടുത്ത 3ാമത്തെ ലഫീ ഖുസ്ർ, റാ സുക്കൂന്,
റായിന് സുക്കൂന്, റായിന് മുമ്പുള്ളതിനും സുക്കൂന്, അതിന് മുമ്പുള്ളതിന് ലൊമ്മ്. ഇവിടെ എന്ത് വന്നു? ലൊമ്മ് വന്നു. നമ്മളിൽ അവസാനത്തെ നിയമം പറഞ്ഞല്ലോ, സുക്കൂന്, റായിൻ്റെ മുമ്പുള്ളതിനും സുക്കൂന്, അതിന് മുമ്പ് ഫതഹോ ലൊമ്മാവുക എന്ന്. ഇവിടെ ഇതിലേതാ വന്നത്? ഇവിടെ ലൊമ്മാണ് വന്നത്. അതുകൊണ്ടാണ് ആ റായിന് തഫ്ഖീം ചെയ്തത്. ഇനി മത്ലഇൽ ഫജ്ർ, ഫജ്ർ അവിടുത്തെ എന്താ? സുക്കൂന്, റായിന് മുമ്പുള്ളതിനും സുക്കൂന്, അതിന് മുമ്പുള്ളതിന് ഫത്ഹ് വന്നു. നോക്കി, സുക്കൂന് വഖഫ് നിർത്തുന്ന സമയത്ത് ആ റായിന് സുക്കൂന് വരുന്നു, അതിന് മുമ്പുള്ള ജീമിനും സുക്കൂനാണ്, അതിന് മുമ്പുള്ള ഫായിന് എന്ത് വന്നു? ഫത്ഹ് വന്നു. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അടുത്ത അഞ്ചാമത്തെ അമീർ താബു. അമീർ താബു അത് നമ്മൾ ഒന്നാമത്തെ പറഞ്ഞ പോലെ തന്നെ സുക്കൂനാണ്, റായിന് മുമ്പ് കെസറ് മുംഫസിലായിട്ട് വന്നു. റായിന് മുമ്പുള്ള കെസറ് എന്തായിട്ട് വന്നു? മുംഫസിലായിട്ട് വന്നു. എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള ഒരു കലിമത്തിലും അതിന് മുമ്പ് കെസറ് മറ്റൊരു കലിമത്തിലുമായിട്ട് എന്ത് ചെയ്തു? വന്നു. അതാണ് അവിടെ തഫ്ഖീം ചെയ്യാനുള്ള കാരണം. ഇനി കൊടുത്തിട്ടുള്ള രണ്ടാമത്തേത് നഖ്റഉൽ ആയാത്തിൽ ആത്തിയത്തെ വനക്തശുബു മിന്ന മവാദിയ തഫ്ഖീം റാ. ഇവിടെ കുറച്ച് ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. ആ ആയത്തുകളിൽ നിന്നും തഫ്ഖീം റാ ഏതിനൊക്കെയാണ് തഫ്ഖീം ചെയ്തിട്ടുള്ളത്, എന്താണ് അതിൻ്റെ കാരണം, അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ ഒന്നാമത്തേത് പറയാം, അൽ ഖദർ ഫീ ലൈലത്തിൽ ഖദർ. അവിടെ എന്തായിരിക്കും? റായിന് സുക്കൂന് വന്നു, നിർത്തിയപാടെ സുക്കൂന് വന്നു, അതിന് മുമ്പുള്ളതിന് സുക്കൂനാണ്, അതിന് മുമ്പുള്ളതിന് ഫത്ഹ് വന്നു. നമ്മുടെ ലാസ്റ്റ് പറഞ്ഞ നിയമമാണത്. ഇനി അടുത്തത് വമാ അദ്റാക. അദ്റാക കണ്ടോ? റാ അവിടുത്തെ നിയമം എന്താ? റായിന് ഫത്ഹോ ലൊമ്മ നമ്മൾ ഒന്നാമത്തെ നിയമം പറഞ്ഞില്ല, അതാണ് അവിടെ റായിന് ഫത്ഹോ ലൊമ്മ എന്ത് ചെയ്തോളണം? റായിനെ തഫ്ഖീം ചെയ്തോളണം. അടുത്തത് ഖദർ എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഒന്നാമത്തിൽ പറഞ്ഞ തന്നെ സുക്കൂന്, റായിന് മുമ്പുള്ളതിനും സുക്കൂന്, അതിന് മുമ്പുള്ളതിന് ഫത്ഹ് വന്നു. ഇനി അടുത്തത് ഖൈറുൻ. ഈ റെഡ് കളറിൽ അടയാളപ്പെടുത്തിയൊക്കെ തഫ്ഖീമാണ്. ഖൈറുൻ, ഖൈറുൻ റായിനെ തഫ്ഖീമാണ്. കാരണം റായിന് എന്ത് വന്നു? ലൊമ്മ വന്നു. റായിന് ഫത്ഹോ ലൊമ്മ ആവുക ഒന്നാമത്തെ നിയമം. അടുത്തത് ഷെഹർ. ഷെഹർ എന്നുള്ള നിയമം നേരത്തെ പറഞ്ഞു തന്നെ സുക്കൂന്, റായിന് മുമ്പുള്ളതിന് സുക്കൂന്, അതിന് മുമ്പ് ഫത്ഹ് വന്നു. ഇനി വർറൂഹു. വർറൂഹു അവിടെ എന്താ? റായിന് ലൊമ്മായി എന്നുള്ളതാണ് കാരണം. റബ്ബിഹി എന്നുള്ളതോ റായിന് ഫതഹായി എന്നുള്ള കാരണം റായിൻ്റെ ഒന്നാമത്തെ നിയമം തന്നെ പറഞ്ഞത് റായിന് ഫതഹോ ലൊമ്മ ആണെങ്കിൽ റായിനെ തഫ്ഖീം ചെയ്യണം എന്നാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോക്കുക ഇൻഷാ അല്ലാഹ്. ഇനി തഖ്സീസ് പറയുന്നത് വെച്ചാൽ നഖ്റ സൂറത്തുൻ നഹ്ൽ മിൻ വല്ലാഹു അൻസല മിനസ് സമാഇ മാഅ. അവിടെ മുതൽ അവിടെ നിന്ന് എന്ത് ചെയ്യുക? ഓതാ 65-ാമത്തെ ആയത്ത് ഇലാ ആഖിരി സൂറത്തിൻ്റെ അവസാനം വരെ എങ്ങനെ ഓതണം? മാ മുറാദ് തഫ്ഖീം റായിനെ തഫ്ഖീം ചെയ്യുന്ന ഓരോ സന്ദർഭങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട്, എന്താണ് അവിടെ ആ റായിനെ തഫ്ഖീം ചെയ്യാനുള്ള കാരണം, അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം അവിടെ ആ പാരായണം ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇതോടൊപ്പം നമ്മളെ ഈ പാഠത്തിലെ തദ്രീബാത്ത് ഇവിടെ കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.